എൽ എല്ലാ കൂട്ടുകാരെയും ഞാൻ എൻ്റെ ഹരേകൃഷ്ണ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഞാനൊരു മറ്റൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആരാണ് നിങ്ങളുടെ ജീവിത പങ്കാളി, ഹൂ ഈസ് യുവർ ഫ്യൂച്ചർ സ്പൗസ് എന്ന് പറഞ്ഞ ഒരു റീഡിംഗ് ആണ്. ആരാണ് നിങ്ങളുടെ ജീവിത പങ്കാളി? ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ ഒരു ജെൻഡർലെസ് റീഡിംഗ് ആണ്. ഒരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നെഗറ്റിവിറ്റി ഒന്നും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ ഇതൊരു ജെൻഡർലെസ് അതുപോലെ ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതാണ്, ഇത് വാലിഡ് ആവുന്നതായിട്ടാണ് ഞാൻ പറയാൻ നിങ്ങളുടെ അടുത്ത് പോകുന്ന ഒരു കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഇതൊരു വിവാഹം കഴിക്കാത്തൊരു വ്യക്തികൾക്ക് വേണ്ടിയുള്ള റീഡിംഗ് ആണ്. ആരാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എന്നാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ആരാണ് നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങൾ ആരെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്, അപ്പോൾ അവരുടെ പൊതുവായ ചില സ്വഭാവങ്ങളും ഒക്കെയാണ് നമ്മളിതിൽ പരിശോധിക്കാൻ പോകുന്നത്. അവരുടെ ക്യാരക്ടർ അതുപോലെ തന്നെ ഒരു ഓവറോൾ എനർജിയാണ് നമ്മൾ നോക്കാൻ പോകുന്ന ഈ ഒരു ചെറിയ റീഡിംഗ് ആണ്. അപ്പം തീർച്ചയായും നമുക്ക് നോക്കാം. അപ്പം നമ്മളിതൊരു പൈൽ റീഡിംഗ് ആണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്ന. 3 പൈൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പൈൽ റെഡ് പൈലാണ്, രണ്ടാമത്തെ പൈൽ ഇൻഡിഗോ പൈലാണ്, മൂന്നാമത്തെ പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യെല്ലോ ആയിട്ടുള്ളൊരു ഗ്ലാസ് ജാറാണ്. ഇപ്പോൾ 3 ഗ്ലാസ് ജാറുകളാണ്, ഒരു ജാർ ക്യാൻഡിൽസ് ആണ് വെച്ചിരിക്കുന്നത്. ഇത് ഒന്നാമത്തെ റെഡ് ക്യാൻഡിൽ ജാറാണ്, രണ്ടാമത്തെ ഇൻഡിഗോ ക്യാൻഡിൽ ജാർ, മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ ക്യാൻഡിൽ ജാർ. അപ്പം തീർച്ചയായിട്ടും ഇതിൽ ഏതിനോടാണോ നിങ്ങൾക്ക് അട്രാക്റ്റ് തോന്നുന്നത്, കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ആ ഒരു പൈൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ പങ്കാളി, അതായത് നിങ്ങളുടെ മനസ്സിലൊരു വ്യക്തി ഇല്ലായിരിക്കാം, എന്നാലും നിങ്ങൾ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം ഈ റീഡിംഗ് കാണുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൽ ഏതിനോടാണോ അട്രാക്ഷൻ കൂടുതൽ തോന്നുന്നത് ആ ഒരു പൈൽ സെലക്ട് ചെയ്യുക. ഇത് 1, 2, 3 എന്ന ക്രമത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇതാക്കാം. പൈൽ ചൂസ് ചെയ്യാവുന്നതാണ്. ഒന്നില്ലെങ്കിൽ കളർ വെച്ച് പൈൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ 1, 2, 3 എന്നുള്ള ക്രമം വെച്ച് നിങ്ങൾക്ക് പൈൽ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പൈലിൽ വ്യക്തികളുടെ കുറച്ച് സ്വഭാവത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഒന്നാമത്തെ പൈൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഇവരുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ വളരെ ശാന്തരായ സ്വഭാവക്കാരായിരിക്കും. നിങ്ങൾ സെലക്ട് ചെയ്ത വ്യക്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശാന്തമായിട്ട് ഉള്ള സ്വഭാവം ഉള്ള ഒരു വ്യക്തികളായിരിക്കും. അതുപോലെ തന്നെ പക്വതയുള്ള വ്യക്തികളായിരിക്കും. അവർക്ക് പ്രായത്തേക്കാൾ കവിഞ്ഞുള്ള പക്വതയുള്ള വ്യക്തികളായിരിക്കും. അതുപോലെ അവരൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. അവർക്ക് അധികം സൗഹൃദങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാൽ ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് പോലെ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയായിരിക്കും. അതുപോലെ മിതമായിട്ട് മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഒരു ഇൻട്രോവേർട്ട്, ഒരു അന്തർമുഖനായ ഒരു വ്യക്തിയായിരിക്കും. അധിക സൗഹൃദങ്ങളൊന്നും ആ ഒരു വ്യക്തിക്ക് കാണുകയില്ല. 1, 2 സുഹൃത്തുക്കളൊക്കെ മാത്രമായിരിക്കും അല്ലെ ആ ഒരു വ്യക്തിക്ക് കാണുന്നത്. വളരെ ലിമിറ്റഡായിട്ട് മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതുപോലെ കാര്യങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കും. വളരെ പക്വത, അവരുടെ പ്രായത്തിനേക്കാൾ കൂടുതൽ ആ ഒരു വ്യക്തിക്ക് ഒരു പക്വതയുള്ള ഒരു വ്യക്തികളായിട്ടാണ് ഈ ഒരു ഒന്നാമത്തെ പൈൽ അഥവാ റെഡ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് വരുന്നത്. അതുപോലെ തന്നെ ഇവരേത് മേഖലയിലായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധ്യാപനം അല്ലെങ്കിൽ ഒരു കൗൺസിലർ, ഒരു സൈക്കോളജിസ്റ്റ് അതുപോലെയുള്ള മേഖല, മെഡിക്കൽ പ്രൊഫഷനിലാവാനുള്ള സാധ്യത കൂടുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു സ്പിരിച്വാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും മേഖലകൾ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാവും ഒന്നാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ഫ്യൂച്ചർ സ്പേഴ്സിൻ്റെ കരിയർ എന്ന് പറഞ്ഞാൽ. അതുപോലെ ഇവർക്ക് വളരെ വാത്സല്യമുള്ള ഒരു വ്യക്തികളായിരിക്കും. നിങ്ങളുടെ മനസ്സറിയാൻ കഴിവുള്ള ഒരു വ്യക്തികളായിരിക്കും ഈ ഒരു കൂട്ടർ. അവർക്ക് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സ് തിരിച്ചറിയാൻ കഴിയും. അവർക്ക് അത്രത്തോളം ഒരു നിങ്ങളുടെ അടുത്തൊരു ഒരു ഫ്രണ്ടിനെ പോലെ നിങ്ങളുടെ ജീവിതം, നിങ്ങളെ അങ്ങനെ കാണുന്ന ഒരു വ്യക്തികളായിരിക്കും. ഒരു പാർട്ട്ണർ എന്നുള്ളൊരുപരി ഒരു ഫ്രണ്ടായിട്ട് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും ഇവർ. അതുപോലെ നിങ്ങളെ ഒരു കുഞ്ഞിനെ എന്ന പോലെ കരുതലോട് നോക്കുന്ന ഒരു വ്യക്തികളായിരിക്കും ഈ ഒരു വ്യക്തികൾ. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ വലിയ താല്പര്യമുള്ള വ്യക്തികളായിരിക്കും ഇവരെന്നും കൂടെ നമുക്ക് പറയാം. അതായത് ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളവരായിരിക്കും. ഒരു
ഹീലറും കൂടി ആയിരിക്കും ഈ ഒരു വ്യക്തി. അതായത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിവുള്ളവരായിരിക്കും. അതായത് ചില വ്യക്തികളുണ്ട്, അതായത് നമുക്ക് ഒന്നും അവരോട് പറയാതെ തന്നെ അവർ മനസ്സിലാക്കും. അപ്പം ഒരു പ്രശ്നം ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു പരസ്പരം മനസ്സിലാക്കിയിട്ടുള്ളൊരു ബന്ധമായിരിക്കും ഒന്നാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ ഒരു മുന്നോട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാർഡായിരിക്കും. വളരെ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന വ്യക്തികളായിരിക്കും, ഭയങ്കര ലോജിക്കൽ ഡിസിഷൻ എടുക്കുന്ന ഒരു വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ ലോജിക്കൽ തിങ്കിങ് ഉള്ളൊരു വ്യക്തികളായിരിക്കും. അതുപോലെ അനാവശ്യ വഴക്കിനോ സംസാരത്തിനോ ഒന്നും ആരുമായിട്ടും പോകാനൊന്നും അവർക്ക് താല്പര്യമില്ല. അവർ വളരെ ബുദ്ധിപരമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഒരു മിതഭാഷികളായിരിക്കും ഈ ഒരു കൂട്ടർ. അതുപോലെ കാര്യങ്ങൾ വളരെ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കാനും പെട്ടെന്നൊരു തീരുമാനം എടുക്കാനും ഇവർക്ക് പറ്റുന്ന ഒരു കൂട്ടരാണ്. അതുപോലെ അവരുടെ മനസ്സിൽ ഒരു ഇൻറ്റ്യൂട്ടീവ്ലി കാര്യങ്ങൾ ചിന്തിക്കുന്ന വ്യക്തികളായിരിക്കും ഈ ഒരു വ്യക്തികൾ. വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് കാര്യങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും. വളരെ ശുഭാപ്തി വിശ്വാസമുള്ളവർ, അതുപോലെ കോൺഫിഡൻസ് വളരെ കൂടുതലായിരിക്കും ഈ ഒരു വ്യക്തികൾക്ക്. ഒരു സ്പിരിച്വൽ ഗൈഡ് കൂടിയായിരിക്കും ഈ ഒരു വ്യക്തികൾ. ഒരു ഹീലേഴ്സ് തന്നെയാണ് ഈ ഒരു വ്യക്തികളെന്ന് പറയുന്നത്. അതായത് ഹീലേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബന്ധത്തിൽ, ഒരു വിവാഹബന്ധത്തിൽ നിങ്ങളുടെ പങ്കാളിയായിട്ട് ഇവർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം വളരെ മനോഹരമാവും. കാര്യം ഇവർക്ക് നിങ്ങളെ വളരെയധികം മനസ്സിലാക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ പങ്കാളിയെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നവരായിരിക്കും. പരസ്പര സ്നേഹവും പരസ്പര ബഹുമാനവും ബന്ധത്തിൽ നിലനിർത്തുന്ന വ്യക്തികളായിരിക്കും ഇവർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് ഒന്നാമത്തെ പൈൽ വന്നവരുടെ റീഡിങ്. ഇനി രണ്ടാമത്തെ പൈലായ ഇൻഡിഗോ വന്നവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് കടക്കാം. ഇൻഡിഗോ പൈൽ, അതായത് ഇൻഡിഗോ തരത്തിലുള്ള ഗ്ലാസ് ജാറ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്, ഇതാണ് രണ്ടാമത്തെ പൈൽ. അവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. അപ്പം തീർച്ചയായിട്ടും ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ വന്നൊരു പേജ് ഓഫ് വാൻഡ്സ്, ലവേഴ്സ്, അതുപോലെ 10 ഓഫ് കപ്സ് എന്ന് പറഞ്ഞ 3 കാർഡുകളാണ്. ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ പൈൽ അഥവാ ഇൻഡിഗോ പൈൽ, ഇൻഡിഗോ ഗ്ലാസ് ജാർ സെലക്ട് ചെയ്തവരുടെ, ക്യാൻഡിൽ ജാർ സെലക്ട് ചെയ്തവരുടെ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ പങ്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പാർട്ട്ണറായിരിക്കും. അതുപോലെ ജീവിതം ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അവർ ഓരോ മൊമെൻറ്റും ആഘോഷിക്കുന്നവരായിരിക്കും. അവരെന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഒന്നാമത്തെ പേരെന്ന് പറഞ്ഞാൽ ഇൻട്രോവേർട്ട് എന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളുണ്ടാകും, ഒരുപാട് അവർക്ക് കണക്ഷൻസ് ഉണ്ടാകും. അതായത് ആ ഒരു വ്യക്തികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് സാമൂഹിക ബന്ധങ്ങളുള്ള ഒരു വ്യക്തികളായിരിക്കും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുടുംബത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കും. കുടുംബത്തിന് വേണ്ടി അവരുടെ അച്ഛനോടും അമ്മയോടും എല്ലാ ഫസ്റ്റ് പൈലും അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് സ്നേഹം ഉണ്ടെങ്കിൽ പോലും രണ്ടാമത്തെ പൈൽ വന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കുടുംബത്തിന് വേണ്ടി വലിയ വില നൽകുന്നവരായിരിക്കും. കുടുംബ ബന്ധങ്ങൾക്ക് വലിയ വാല്യൂ നൽകുന്ന വ്യക്തികളായിരിക്കും രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവർ. അതുപോലെ തന്നെ നിങ്ങളെ ഈ ഒരു നല്ലൊരു സുഹൃത്ത് കൂടായിട്ട് അവർ കാണുന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങളൊരു സുഹൃത്തായിട്ട് അവർക്ക് കാണാൻ സാധിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഇവർക്ക് ഒരുപാട് സുഹൃത്ത് വലയങ്ങൾ ഉണ്ടാകുന്നതായിട്ടും മനസ്സിലാക്കാൻ. സോഷ്യലി അവർ കുറച്ചും കൂടെ സാമൂഹ്യപരമായ കാര്യങ്ങളിൽ കുറച്ചുകൂടെ ഇടപെടുന്ന വ്യക്തികളായിരിക്കും ഇവർ വ്യക്തികൾ. അതുപോലെ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കൂട്ടത്തിൽ നിന്നാലും ഇവരുടെ വ്യക്തിത്വം, ചില വ്യക്തികളെ കണ്ടിട്ടില്ല, എത്ര ആൾക്കൂട്ടത്തിൽ നിന്നാലും അവരുടെ വ്യക്തിത്വം എടുത്തറിയും. അതുപോലെ ഒരു വ്യക്തിയായിരിക്കും രണ്ടാമത്തെ പൈലിലെ തിരഞ്ഞെടുത്തവരുടെ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ഇവരുടെ ഒരു ഭയങ്കര പോസിറ്റിവിറ്റിയാണ് ഇവരെ കാണുമ്പോൾ തന്നെ. അതായത് ഇവരുടെ ചിരിയും ഒരു പോസിറ്റീവ് എനർജിയുമാണ് നിങ്ങളെ ആകർഷിക്കുന്നവരിലേക്ക്. അതായത് അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അവരുടെ ഒരു ചിരിയൊക്കെ കൊണ്ടാണ് നിങ്ങൾ അവരിലേക്ക് കൂടുതൽ നിങ്ങൾക്കൊരു ആകർഷണം തോന്നുന്നത്. അതുപോലെ എനിക്ക് മനസ്സിലാക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരൊരു കലാപരമായ കഴിവുകളുള്ള ഒരു വ്യക്തികളായിരിക്കും. ഒരു സിംഗർ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു വ്യക്തികൾ. അതുപോലെ തന്നെ കലാപരമായ കഴിവുകളുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ഒരുപാട് സാമൂഹികപരമായി കുറേ ബന്ധങ്ങളുള്ളൊരു വ്യക്തികളായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികളാണ് ഈ ഒരു രണ്ടാമത്തെ പൈൽ. അതുപോലെ അവർ ഭയങ്കര ഇൻ്റലക്ച്വൽ ലെവൽ ഭയങ്കര ഹയർ ആയിട്ടുള്ള പേഴ്സൺസാണ് ഇവർ. അതുപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഏത് മേഖലയിലാണോ ജോലി ചെയ്യുന്നത് അവിടെ ആ മേഖലയിലൊരു ഉയർച്ച
അവർക്കുണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അത്രത്തോളം അവർ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തികളാണ് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവർ. അവരുടെ ഭാവി പങ്കാളി അല്ലെങ്കിൽ ഫ്യൂച്ചർ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ കാർഡ്സാണ് രണ്ടാമത്തെ പൈലിലൂടെ വന്നത്. അപ്പോൾ തീർച്ചയായും എനിക്കും രണ്ടാമത്തെ പൈലും ഇഷ്ടപ്പെട്ടു, ഒന്നാമത്തെ പൈലും ഇഷ്ടപ്പെട്ടു. നമുക്കിനി മൂന്നാമത്തെ പൈലിലേക്ക് പോകാം. മൂന്നാമത്തെ പൈൽ അഥവാ നമ്മുടെ യെല്ലോ പൈൽ സെലക്ട് ചെയ്തവരുടെ ഭാവി പങ്കാളി എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം നമുക്ക് ഇതാണ് ഇവിടെ ഇത്രയും കാർഡുകൾ വന്നു. ഇവിടെ എംബറർ എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്, 8 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്, ദ ചാരിയറ്റ് എന്ന് പറഞ്ഞ കാർഡ് വന്നിട്ടുണ്ട്. ഇവരുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തികളായിരിക്കും, വളരെ അച്ചടക്ക മനോഭാവമുള്ള ഒരു വ്യക്തികളായിരിക്കും, വളരെ ലക്ഷ്യബോധമുള്ള ഒരു വ്യക്തികളായിരിക്കും. ഈ ഒരു വ്യക്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച വ്യക്തികളാണ്. അവരുടെ സ്വയപ്രയത്നം കൊണ്ട് മാത്രം ജീവിതത്തിൽ ഉന്നതിയിലെത്തിയ വ്യക്തികളാണ്. അതുപോലെ തന്നെ അവർക്കൊരു പിന്തുണയൊന്നും ആരുടെയും ഭാഗത്തിൽ കിട്ടിയിട്ടുണ്ടാവില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ കഠിനാധ്വാനം കൊണ്ടും അവരുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ടും അവരത് മനസ്സിലാക്കി അതൊക്കെ തരണം ചെയ്തവർ മുന്നോട്ട് വന്നവരാണ്. അത്രത്തോളം ഒരു കഷ്ടപ്പാടുകളൊക്കെ ജീവിതത്തിൽ അനുഭവിച്ച വ്യക്തികളാണ്. പക്ഷേ അവരിപ്പം ഉയർന്ന നിലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തികളാണ്. അവർ ആ കഠിനാധ്വാനത്തിൻ്റെ ഫലം കൊണ്ടാണ് ഈ ഒരു വ്യക്തികൾ ഇത്രത്തോളം ഉയർന്ന പദവിയിലേക്ക് ഉയരാനായിട്ട് കാരണം. അതുപോലെ ഈ ഒരു വ്യക്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരവമുള്ള ഒരു വ്യക്തികളായിരിക്കും, കുറച്ചുകൂടെ ഒരു അച്ചടക്കമൊക്കെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ അച്ചടക്കമുള്ളൊരു വ്യക്തികളായിരിക്കും. അതുപോലെ അല്പം ഗൗരവക്കാരായിട്ട് ഇവരെ നിങ്ങൾക്ക് പുറമേ തോന്നാം. എങ്കിലും അവരുടെ ഉള്ളിൽ വലിയ സ്നേഹമുള്ളവർ തന്നെയാണ്. ആ ഒരു പുറമേയുള്ള ആ ഒരു ഗൗരവം അത് കാര്യമാക്കേണ്ടതില്ല. തീർച്ചയായിട്ടും അവർക്ക് ഉള്ളിൽ നല്ല സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു വ്യക്തികൾ തന്നെയാണ്. ഇവരുടെ മേഖലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഉയർച്ച കൊണ്ട്, ഇവരുടെ കഠിനാധ്വാനം കൊണ്ട് ബിസിനസ് അല്ലെങ്കിൽ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തികളായിരിക്കും. അതായത് സമൂഹത്തിൽ ഉന്നത പദവി അലങ്കരിക്കുന്ന വ്യക്തികളായിരിക്കും. ഒരു രാഷ്ട്രീയപരമായിട്ട് അതിലൊക്കെ ഒരു പൊളിറ്റീഷ്യൻ, അതുപോലെയുള്ള കാര്യങ്ങളിൽ ബിസിനസ് മാൻ, ഇപ്പോൾ ഒരു പൊളിറ്റീഷ്യൻ, ഭയങ്കര തന്ത്രശാലികളായിരിക്കും ഇവർ ഭയങ്കര തന്ത്രശാലികളായിരിക്കും, ഭയങ്കര ബുദ്ധിശക്തി കൂടുതലുള്ള ഒരു വ്യക്തികളാണ്. വളരെ കാര്യങ്ങളെ തന്ത്രപരമായിട്ട് ഡീല് ചെയ്യാനായിട്ട് കഴിവുള്ള വ്യക്തികളായിരിക്കും. പക്ഷേ ഇവർക്കൊരു റൊമാൻറ്റിക് ആണോ എന്ന് ചോദിച്ചാൽ ഇവർക്ക് ഒരിക്കലും ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആവാൻ സാധിക്കില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈഗോ അതിനവരെ അനുവദിക്കില്ല. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു വ്യക്തികളായിരിക്കും. ഭയങ്കര ഒരു എംബറർ കാർഡാണ്. അവരൊരിക്കലും താഴത്തേക്ക് ഇറങ്ങി വരില്ല. അവരൊരു ഗൗരവമൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തികളായിരിക്കും. പക്ഷെ പുറമേ ആ ഒരു ഗൗരവം കാണിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ സ്നേഹം മാത്രമായിരിക്കും. അപ്പം നിങ്ങളുടെ വളരെ കെയറിങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കും. നിങ്ങളെ അത്രത്തോളം ആ ഒരു വ്യക്തി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും ആ ഒരു ഇപ്പോഴത്തെ ഒരു മൂന്നാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ വ്യക്തി. അതുപോലെ ഇവർക്ക് നിങ്ങളോടൊപ്പം യാത്ര പോകാനൊക്കെ ഇഷ്ടമുള്ളവരാണ്. ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ, അവർക്ക് അവരുടെ സ്റ്റെബിലിറ്റിയിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അവർക്ക് എങ്ങനെയെങ്കിലും ഉയർന്നു വരണം, ജീവിതത്തിൽ ഒന്നാമനാവണം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കരിയർ കൊണ്ട് വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺസ് ആണ്. അവരുടെ ആ കരിയർ അവർക്ക് ഉയർത്തിക്കൊണ്ടുവരണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ആ ഒരു മൂന്നാമത്തെ പൈൽ അഥവാ യെല്ലോ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് ഇതാണ്. അപ്പം 3 പൈലും നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പം തീർച്ചയായിട്ടും എൻ്റെ റീഡിങ് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം നിങ്ങൾ തിരഞ്ഞെടുത്ത പൈൽ നിങ്ങളുമായി എത്രത്തോളം യോജിക്കുന്നു എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓരോരുത്തർക്കും ഓരോ സമയത്താണ് ആ ഒരു നിങ്ങളുടെ സോൾമേറ്റിനെ കണ്ടെത്താൻ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടുമുട്ടാൻ യോഗമുള്ളത്. പോസിറ്റീവായിട്ടിരിക്കുക എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെയുണ്ട്, അതും കൂടി ഒന്ന് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റീഡിങ്സുമായിട്ടായിരിക്കും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ ഒരിക്കൽ കൂടി കരുതുന്നു. എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പം നിങ്ങളുടെ ജീവിത പങ്കാളി എന്നുള്ള ഒരു ചെറിയെങ്കിലും ഒരു പ്രത്യാശ തരുന്നൊരു റീഡിംഗ് ആണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ഈ ഒരു റീഡിംഗ് കൊണ്ട് കുറച്ചെങ്കിലും പേർക്ക് നിങ്ങളുടെ ഒരു ജീവിത പങ്കാളിയെക്കുറിച്ചൊരു ഏകദേശം ഒരു ധാരണ. അപ്പോൾ ഇനിയിപ്പം വരാൻ പോകുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ആ ഒരു പങ്കാളിയുടെ കുറച്ച് സ്വഭാവങ്ങളാണ് ഞാൻ പറഞ്ഞത്. വളരെ ചെറിയൊരു റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ്. ഇപ്പോൾ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു.
അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യാതെ പോകരുത്. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെയാണ് നമ്മുടെ മുന്നോട്ടുള്ള ഒരു യാത്രയുടെ ഏറ്റവും പ്രധാന ഘടകം. അപ്പോൾ തീർച്ചയായും മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തും. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പം നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.